Mechpsc ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസിസ്റ്റൻറ്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിൻ്റെ 84/2015 കോഡ് പ്രകാരമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട് ഒരു 4 ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിൻ്റെ കേസിലൊക്കെ. അപ്പോൾ ഈ ഒരു വീഡിയോസൊക്കെ എല്ലാവരും വാച്ച് ചെയ്യുകയും ക്വസ്റ്റ്യൻസ് എല്ലാം നല്ല രീതിയിൽ വർക്കൗട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് സ്പെസിഫിക് ഹീറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഹീറ്റ് റിക്വയർഡ് ടു റൈസ് ദ ടെമ്പറേച്ചർ. ഓപ്ഷൻ എ വരുന്നത് ബൈ യൂണിറ്റ് ഡിഗ്രി ഓഫ് സബ്സ്റ്റൻസ്. ഓപ്ഷൻ ബി ബൈ യൂണിറ്റ് ഡിഗ്രി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. സി യൂണിറ്റ് മാസ് ബൈ 10 ഡിഗ്രി. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. നമുക്കറിയാം സ്പെസിഫിക് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യൂണിറ്റ് മാസുള്ള സബ്സ്റ്റൻസിൻ്റെ ടെമ്പറേച്ചർ ഒരു യൂണിറ്റ് ഡിഗ്രി റൈസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് ഓഫ് ഹീറ്റിനെയാണ് സ്പെസിഫിക് ഹീറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, ബൈ യൂണിറ്റ് ഡിഗ്രി ഓഫ് യൂണിറ്റ് മാസ് ഓഫ് സബ്സ്റ്റൻസ്. നെക്സ്റ്റ് വരുന്നത് പൾവറൈസ്ഡ് കോൾ ഈസ് എ. ഓപ്ഷൻ എ കോൾ ഫ്രീ ഫ്രം ആഷ്. ഓപ്ഷൻ ബി നോൺ സ്മോക്കിംഗ് കോൾ. ഓപ്ഷൻ സി കോൾ ബ്രോക്കൺ ഇൻ ടു ഫൈൻ പാർട്ടിക്കിൾസ്. ഓപ്ഷൻ ഡി കോൾ വിച്ച് ബേൺ ഫോർ ലോങ് ടൈം. ഇപ്പോൾ പൾവറൈസ്ഡ് കോൾ എന്ന് പറയുന്നത് കോൾ ബ്രോക്കൺ ഇൻ ടു ഫൈൻ പാർട്ടിക്കിൾസ്. അപ്പോൾ നമുക്ക് പൗഡർ മെറ്റലർജി എന്ന് പറഞ്ഞ ടോപ്പിക്കിലൊക്കെ പൾവറൈസേഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ ചെറിയ പൊടികളായിട്ട് തിരിക്കുന്ന ഒരു സോളിഡ് സബ്സ്റ്റൻസിനെ ചെറിയ പാർട്ടിക്കിളാക്കി മാറ്റുന്നതിനെയാണ് പൾവറൈസേഷൻ എന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് പൾവറൈസ്ഡ് കോൾ എന്ന് പറയുമ്പോൾ കോൾ ബ്രോക്കൺ ഇൻ ടു ഫൈൻ പാർട്ടിക്കിൾസ് ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ IP indicated power of an engine is always dash the brake power. Option A less than, option B equal to, option C greater than, option D none of the above. ഇപ്പോൾ ഇൻഡിക്കേറ്റഡ് പവർ എന്ന് പറയുന്നത് എൻജിനിൻ്റെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന പവറാണ്. അപ്പോൾ അത്തരത്തിലുള്ള പവർ എന്ന് പറയുന്നത് ബാക്കി എല്ലാ പവറിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ നിന്ന് പലതരത്തിലുള്ള ലോസുകൾ സംഭവിച്ചിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് ടയറിൽ അവൈലബിൾ ആയിട്ടുള്ള പവറാണ് ബ്രേക്ക് പവർ എന്ന് പറയുന്നത്. അപ്പോൾ എൻജിനിൽ നിന്നും പവർ ഡെവലപ്പായി ഒരുപാട് ലോസുകൾ സംഭവിച്ചിട്ടാണ് നമുക്ക് ടയറിലേക്ക് അല്ലെങ്കിൽ ബ്രേക്ക് പവർ കിട്ടുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആൻസർ വരുന്നത് ഗ്രേറ്റർ ദാൻ ആണ്. ഇൻഡിക്കേറ്റഡ് പവർ ഈസ് ഗ്രേറ്റർ ദാൻ ബ്രേക്ക് പവർ. ദ നെക്സ്റ്റ് വൺ, വോളിമെട്രിക് എഫിഷ്യൻസി ഈസ് ദ റേഷ്യോ ഓഫ്. വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് ഓപ്ഷൻ എ വോളിയം ഓഫ് ചാർജ് അഡ്മിറ്റഡ് അറ്റ് NTP ടു സ്വെപ്റ്റ് വോളിയം. ഓപ്ഷൻ ബി വരുന്നത് ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം. ഓപ്ഷൻ സി സ്വെപ്റ്റ് വോളിയം ടു ക്ലിയറൻസ് വോളിയം. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. നമുക്ക് ഏറ്റവും ഫെമിലിയർ ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം. അത് കംപ്രഷൻ റേഷ്യോ ആണ്. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് വോളിയം ഓഫ് ചാർജ് അഡ്മിറ്റഡ് അറ്റ് NTP, നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ അഡ്മിറ്റ് ചെയ്യുന്ന വോളിയം ഓഫ് ചാർജ് ടു സെപ്റ്റ് വോളിയം ആണ്. അപ്പോൾ അതിൻ്റെ റേഷ്യോയാണ് വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് വിളിക്കുന്നത്. ഒരു എഞ്ചിൻ്റെ കേസിലെ വോളിമെട്രിക് എഫിഷ്യൻസി എന്ന് പറയുന്നത് വോളിയം ഓഫ് ചാർജ് അഡ്മിറ്റഡ് അറ്റ് NTP ടു സെപ്റ്റ് വോളിയം. നെക്സ്റ്റ് വരുന്നത് വാട്ടർ ഹാമർ ഈസ് ഡെവലപ്ഡ് ഇൻ എ. ഓപ്ഷൻ എ ടർബൈൻ. ഓപ്ഷൻ ബി പെൻസ്റ്റോക്ക്. ഓപ്ഷൻ സി ഡ്രാഫ്റ്റ് ട്യൂബ്. ഓപ്ഷൻ ഡി സർജ് ടാങ്ക്. അപ്പോൾ വാട്ടർ ഹാമർ എന്ന് പറയുന്ന പ്രോസസ്സ് വരുന്നത് പെൻസ്റ്റോക്കിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇവിടെ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ടൈം ഫോർ ഹാഫ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ടു ഡിക്കേ ഈസ് നോൺ ആസ്. ഓപ്ഷൻ എ ഹാഫ് ലൈഫ്. ഓപ്ഷൻ ബി റേഡിയോ ആക്റ്റീവ് ഡിക്കേ. ഓപ്ഷൻ സി റേറ്റ് ഓഫ് ഡിലേ. ഓപ്ഷൻ ഡി
ആവിങ് ടൈം. ഓപ്ഷൻ എ ഹാഫ് ലൈഫ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ദ ടൈം ഫോർ ഹാഫ് എമൗണ്ട് ഓഫ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ടു ഡിക്കേ ഈസ് നോൺ ആസ് ഹാഫ് ലൈഫ്. ദ നെക്സ്റ്റ് വൺ, ആക്മെ ത്രെഡ് ഹാസ് ഡാഷ് ഡിഗ്രി ആംഗിൾ. അപ്പോൾ ACME അല്ലെങ്കിൽ ആക്മെ ത്രെഡിന് 29 ഡിഗ്രിയാണ് ആംഗിൾ വരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്ത് വെക്കുക. ദ നെക്സ്റ്റ് വൺ, ആസ് സ്റ്റീം എക്സ്പാൻസ് ഇൻ ടർബൈൻ. ഓപ്ഷൻ എ ഇറ്റ്സ് സ്പെസിഫിക് വോളിയം ഇൻക്രീസസ്. ഓപ്ഷൻ ബി ഇറ്റ്സ് പ്രഷർ ഇൻക്രീസസ്. ഓപ്ഷൻ സി ഇറ്റ്സ് ബോയിലിംഗ് പോയിൻ്റ് ഇൻക്രീസസ്. ഓപ്ഷൻ ഡി ഇറ്റ്സ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. ഇപ്പോൾ സ്റ്റീം എക്സ്പാൻഷൻ സംഭവിക്കുന്ന സമയത്ത് നമുക്ക് പ്രഷറിൻ്റെ കേസിൽ അവിടെ ഇൻക്രീസ് അല്ല കുറയാണ് ചെയ്യുക, അതേപോലെ ബോയിലിംഗ് പോയിൻ്റ് കുറയാണ് ചെയ്യുക, ടെമ്പറേച്ചറും കുറയാണ് ചെയ്യുക. എന്നാൽ സ്പെസിഫിക് വോളിയം ഇൻക്രീസ് ആവുന്നത് കാണാം. അപ്പോൾ ഇവിടുത്തെ ആൻസർ 28A ആണ് വരുന്നത്. ഇറ്റ്സ് സ്പെസിഫിക് വോളിയം ഇൻക്രീസസ്. ദ നെക്സ്റ്റ് വൺ, PV raised to n is equal to constant. It is the relation for polytropic process. അപ്പോൾ അത് PV raised to n എന്ന് പറയുന്നത് കോമൺ ആയിട്ട് പോളിട്രോപ്പിക് പ്രോസസ്സിൻ്റെ റിലേഷൻ വരുന്ന ഇക്വേഷനാണ്. ഇഫ് n is equal to 0 then the process become. അപ്പോൾ അവിടെ n 0 ആയി കഴിഞ്ഞാൽ ഇപ്പോൾ V raised to നാണ് n വരുന്നത്. അപ്പോൾ V raised to 0 എന്ന് പറയുമ്പോൾ അവിടെ 1 ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു ടൈം P is equal to constant എന്ന് പറഞ്ഞു വരും. അപ്പോൾ P കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രോസസ്സിനെ നമ്മൾ വിളിക്കുക കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ്സാണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വരുന്നത് കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ്സ്. അപ്പോൾ PV raised to n is equal to constant എന്ന് പറയുന്നതിൽ n is equal to 0 ആവുകയാണെങ്കിൽ അത് കോൺസ്റ്റൻ്റ് പ്രഷർ പ്രോസസ്സ് ആയിരിക്കും. The next one, which of the following enters to the superheater of a boiler? അപ്പോൾ ബോയിലറിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യാനുള്ള ടെക്നിക്കുകളായിരുന്നു എയർ പ്രീ ഹീറ്റർ, സൂപ്പർ ഹീറ്റർ, എക്കണോമൈസർ എന്നിവയൊക്കെ. അപ്പോൾ ഒരു സൂപ്പർ ഹീറ്ററിൽ എന്താണ് എൻ്റർ ചെയ്യുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഹോട്ട് വാട്ടർ ഓപ്ഷൻ എ ആയിട്ടുണ്ട്, ഓപ്ഷൻ ബി സൂപ്പർ ഹീറ്റഡ് സ്റ്റീം, ഓപ്ഷൻ സി വെറ്റ് സ്റ്റീം, ഓപ്ഷൻ ഡി കോൾഡ് വാട്ടർ. അപ്പോൾ ഓൾറെഡി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന വെറ്റ് സ്റ്റീമിനെ വീണ്ടും ഹീറ്റ് ചെയ്യുക എന്നുള്ള ഫങ്ഷനാണ് സൂപ്പർ ഹീറ്റർ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എൻ്റർ ആവുന്നത് വെറ്റ് സ്റ്റീം ആയിരിക്കും. അപ്പോൾ വെറ്റ് സ്റ്റീമിനെ ഹീറ്റ് ചെയ്തിട്ട് സൂപ്പർ ഹീറ്റഡ് സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് സൂപ്പർ ഹീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ വെറ്റ് സ്റ്റീമാണ്. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ഡാഷ് ഈസ് റെഡ്യൂസ്ഡ് ഇൻ ടേണിംഗ് ഓപ്പറേഷൻ. ഓപ്ഷൻ എ ലെങ്ത്ത്, ഓപ്ഷൻ ബി തിക്നെസ്, ഓപ്ഷൻ സി ഡയമീറ്റർ ആൻഡ് ലെങ്ത്ത്, ഓപ്ഷൻ ഡി ഡയമീറ്റർ. അപ്പോൾ ടേണിംഗ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്ററിലാണ് ചേഞ്ചസ് വരിക. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത്. ഫേസിംഗ് ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്താണ് ലെങ്ത്ത് വേരിയേഷൻ സംഭവിക്കുന്നത്. ദ നെക്സ്റ്റ് വൺ, എ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഈസ് കോമൺലി കൺസ്ട്രക്റ്റഡ് അറ്റ്. ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ എന്ന് പറയുന്നത് ഹില്ലി ഏരിയാസിലാണ് നമ്മൾ കൺസ്ട്രക്റ്റ് ചെയ്യാറ്. ഇവിടെ ഗ്രാസ് ലാൻഡ്സ്, ഡെസേർട്ട് ഏരിയാസ്, സ്വാംസ് ഒക്കെ ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഹില്ലി ഏരിയാസ് ആണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് വൺ, മോസ്റ്റ് ടെസ്റ്റ് ഈസ് കണ്ടക്റ്റഡ് ടു ഫൈൻഡ് ഔട്ട് ഇൻഡിക്കേറ്റഡ് പവർ ഓഫ്. ഓപ്ഷൻ എ മൾട്ടി സിലിണ്ടർ എൻജിൻ, ഓപ്ഷൻ ബി 2 സ്ട്രോക്ക് എൻജിൻസ്, ഓപ്ഷൻ സി മറൈൻ എൻജിൻസ്, ഓപ്ഷൻ ഡി ലോ സ്പീഡ് എൻജിൻസ്. അപ്പം മോസ്റ്റ് ടെസ്റ്റ് എന്ന് പറയുന്നത് മൾട്ടി സിലിണ്ടർ എൻജിൻസിൽ ഇൻഡിക്കേറ്റഡ് പവർ കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ദ നെക്സ്റ്റ് വൺ, ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് എ പോയിന്റ് ഇൻ എ ഫ്ലൂയിഡ് അറ്റ് റെസ്റ്റ് ഈസ് സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ്. ദ ലോ ഈസ് നോൺ ആസ്. അപ്പോൾ ഈ ഒരു ലോ ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ ആർ ഈക്വൽ ഇൻ ഓൾ ഡയറക്ഷൻ എന്ന് പറയുന്നത് പാസ്കൽസ് ലോയാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്.
The next one, 1 liter of water occupies a volume of option A 100 centimeter cube, option B 1 lakh centimeter cube, option C 1000 centimeter cube, option D 500 centimeter cube. അപ്പോൾ 1 ലിറ്റർ ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് വരുന്നത്. The next one, the ratio of strength of solid to hollow shaft, both outside diameter d and hollow having inside diameter d/2 in torsion is. ഈ ഒരു ക്വസ്റ്റ്യൻ PSC ക്യാൻസൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ കീയിൽ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, the bending moment is maximum on a section where the shearing force, option A changes sign, option B is maximum, option C is equal, option D is minimum. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനും PSC ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഫൈനൽ ആൻസർ കീയിൽ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. The next one, a structure used to dam up a stream or river over which the water flow is called. Option A dam, option B notch, option C orifice, option D weir. അപ്പോൾ ഒരു സ്ട്രീം ഓർ റിവർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്നത് വെയർ എന്നാണ്. അപ്പോൾ വെയറിലൂടെയാണ് അതിൻ്റെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ മെഷർ ചെയ്തെടുക്കാറ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് വെയറാണ്. The next one, the most efficient air standard cycle is option A Carnot cycle, option B Otto cycle, option C diesel cycle, option D Joules cycle. അപ്പോൾ കാർനോട്ട് സൈക്കിൾ എന്ന് പറയുന്നത് ഐഡിയൽ സൈക്കിളാണ്. അപ്പോൾ അതിന് എഫിഷ്യൻസി 100% ആയിരിക്കും. നമുക്ക് ആ ഒരു സൈക്കിൾ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത സൈക്കിളാണ്. അപ്പോൾ ഇവിടെ ആൻസർ കാർനോട്ട് സൈക്കിളാണ് വരുന്നത്.